ഹലോ ഫ്രണ്ട്സ്, FCSൽ എങ്ങനെ വിഡ്രോവൽ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ജസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, സൈൻ ഇൻ ആയിട്ടുണ്ട്. നിങ്ങളെ ബാലൻസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് ടോപ്പിൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിഡ്രോവൽ ഇൻഫോ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തത് കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ചെയ്യാം, അതുപോലെ തന്നെ എതേറിയം ലൈറ്റ് കോയിൻ ട്രാൻസാക്ഷൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് ബാങ്ക് വിഡ്രോവൽ എനേബിൾ ആയതുകൊണ്ട് ഇപ്പം ക്രിപ്റ്റോ കറൻസി വിഡ്രോവൽ അവൈലബിൾ അല്ല. ഓക്കെ, ഇനി ഇത് ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വാലറ്റ് ആയി കഴിഞ്ഞ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രിപ്റ്റോ വിഡ്രോവലും ക്രിപ്റ്റോ പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അത് ഇതിനേക്കാൾ ഒന്നുകൂടി സിമ്പിളായിരിക്കും. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യുക. ഇനി ആഡ് അല്ലാത്തവർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് നെയിം, അതുപോലെ തന്നെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്യാം. അതിന് ആഡ് ചെയ്തതിന് ശേഷം അവിടെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവലിൽ വരിക. അതിൽ വിഡ്രോവൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വിഡ്രോവൽ അവൈലബിൾ ആണ്. എല്ലാ തിങ്കളാഴ്ചയും വിഡ്രോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് വിഡ്രോവലിന് കൊടുക്കുക. ഇവിടെ 0 ചാർജസ് എന്നുണ്ട്, പക്ഷേ 10% ചാർജ് ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ കമ്പനികളും വരുന്ന പോലെ തന്നെ 10% ചാർജ് വരും. റിക്വസ്റ്റ് വിഡ്രോവൽ കൊടുക്കുക. ഇവിടെ എമൗണ്ട് അടിക്കുക. എത്രയാണ് എമൗണ്ട്, നിങ്ങൾക്ക് വാലറ്റിലുള്ള ഫുൾ എമൗണ്ടും വിഡ്രോവൽ കൊടുക്കുക. അതിൽ 10% കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. സബ്മിറ്റ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, ചെയ്യേണ്ടതുള്ളൂ. സിമ്പിൾ പ്രോസസ്സാണ്. താങ്ക് യു.